ഹായ് എലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ നിങ്ങൾ വോട്ട് ചെയ്താ അപ്പം ഞാൻ എന്താ അച്ഛൻ്റെ കൂടെ വോട്ട് ചെയ്യാൻ പോയിരുന്നു കേട്ടാ. വോട്ട് ചെയ്തതിന് ശേഷം ഞാൻ അച്ഛനും കൂടിയിട്ട് എനിക്ക് വിഷു ഹാമ്പർ ചെയ്ത് കൊടുക്കാനിലേക്ക് മയിൽപ്പീലി അന്വേഷിച്ചിട്ടാണ് ട്ടോ പോയത്. അപ്പം ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ പാങ്ങിൽ ഒരു ഷോപ്പ് കണ്ടു. സാധാരണ മയിൽപ്പീലിയോ കൃഷ്ണനോ അതുപോലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കൂടുതലും നമ്മുടെ ഈ ഭാഗത്തുള്ളവരൊക്കെ ഗുരുവായൂർക്കൊക്കെയാണ് പോവാറ്. ഇനി ഗുരുവായൂർ വരെ ഒന്നും പോയി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതാ പാങ്ങിൽ ഒരു അടിപൊളി ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഓഫ് കൃഷ്ണന്റെ വിഗ്രഹങ്ങളും അതുപോലെ നെറ്റിപ്പട്ടം വണ്ടിയിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് അതും ആ ചേട്ടൻ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കണതാണ് കേട്ടാ. പിന്നെ വീട്ടിലെല്ലാം ഭംഗിക്ക് വെക്കാൻ പറ്റിയ പല സൈസ് ആനയുടെ വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നു കേട്ടാ. അവിടെ എനിക്ക് മെയിനായിട്ട് ഹൈലൈറ്റിംഗ് ആയിട്ട് തോന്നിയത് അവിടുത്തെ ഫോട്ടോ ഫ്രെയിംസ് ആണ്. ഹിന്ദുസിന് പറ്റിയത് മാത്രമല്ല കേട്ടാ, എല്ലാവർക്കും പറ്റിയ ഫോട്ടോ ഫ്രെയിംസ് അവിടെ ഉണ്ട്. പിന്നെ അതാ ഞങ്ങൾ ചെന്ന സമയത്ത് ആ ചേട്ടൻ മഞ്ചാടിയിൽ ഒരു കുട്ടി കൃഷ്ണൻ ഇരിക്കണ പോലത്തെ ഒരു ഐറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വിഷുക്കണിയിൽ വെക്കാൻ പറ്റിയ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതുപോലെ കുട്ടി കീ ചെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ വണ്ടിയുടെ ഡാഷ്ബോർഡിലൊക്കെ വെക്കാൻ പറ്റിയ സ്പ്രിങ്ങുമുള്ള ഗണപതി ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഫോട്ടോ ഫ്രെയിം ആണ് കേട്ടോ. ഇതിലൊരു വെറൈറ്റി ഡിസൈൻ ആണെന്ന് മാത്രമല്ല ഉള്ളിൽ നല്ല അടിപൊളി സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ ചേട്ടൻ അവിടെ അപ്പോഴും നല്ല പണിയിലാണ്. അപ്പോൾ ആൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ലാസ്റ്റ് ഞാൻ ഫൈനൽ ലുക്ക് ഫോട്ടോ കൊടുക്കാട്ടാ. പിന്നെ ഇത് മാത്രമല്ല കിഡ്സിനെല്ലാം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ടോയ്സും കൂടെ അവിടെ ഉണ്ട് കേട്ടോ. കൂടുതലും സോഫ്റ്റ് ടോയ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇനി വിഷുവിന് കണി വെക്കാനുള്ള കൃഷ്ണനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൗസ് വാമിങ്ങിനോ കല്യാണത്തിനോ ഒക്കെ കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റോ എന്തെങ്കിലും വേണമെങ്കിൽ വേഗം പോയി നോക്കിക്കോളൂ കേട്ടോ. പാങ് ബസ് സ്റ്റാൻഡിൽ തന്നെ ലിബർട്ടി ഹോട്ടലിന് തൊട്ടടുത്തുള്ള ആദിലക്ഷ്മി സ്റ്റോഴ്സ് എന്നാണ് കേട്ടോ കടയുടെ പേര്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.